ഇപ്പോൾ ഞാനുള്ളത് തിരൂരാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നായിട്ടാണ് തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റ് തുടങ്ങുന്നത്. ഒരുപാട് വൻ വിലക്കിഴിവുകളും ഓഫറുകളുമൊക്കെയുള്ള ഒരു മാർക്കറ്റാണ് തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കുറേ ചെരുപ്പുകളാണ്. ചെരുപ്പുകളൊക്കെ നല്ല ഡിസ്കൗണ്ടാണ് ഇവിടെ. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ കാണാം. പൂക്കൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. റോസും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ കാണാം. ഇതും നല്ല ഓഫറുകളിലാണ് വിൽക്കുന്നത്. പിന്നെ പൂച്ചട്ടികളുണ്ട്, 3 100 ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ മൊബൈൽ അക്സസറീസുകളൊക്കെ ഇവിടെ കാണാം. ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്, ചെറിയ ഫാനുകളുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നല്ല തിരക്കുകളൊക്കെ തുടങ്ങുന്നത്. ശരിക്കും മാർക്കറ്റ് കൂടുതലായിട്ടും ഈ ഭാഗങ്ങളിലാണ്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കാണാം. ഇത് 30 രൂപ, 50 രൂപ, 100 രൂപയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മാറ്റുകളൊക്കെ ഉണ്ട്, അതും നല്ല ഡിസ്കൗണ്ട് തന്നെയാണ്. ഈ ജേഴ്സികളൊക്കെ 200 രൂപയാണ് വലിയവരുത്. ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇവിടെ കുറേ മൊബൈലിൻ്റെ കവറുകളൊക്കെ കാണാം. ഈ ഒരു മൊബൈൽ കവറുകളെല്ലാം 20 രൂപയെ വിലയുള്ളൂ. പക്ഷേ ഇത് കുറച്ചൊരു പഴയ സ്റ്റൈൽ മൊബൈലിൻ്റെതാണ്. പുതിയതും കുറച്ചൊക്കെ ഉണ്ട്, എല്ലാം 20 രൂപയാണ്. അതുപോലെ ഡാറ്റ കേബിളുകളൊക്കെ ഉണ്ട്, 40 രൂപയാണ്. ഹെഡ്സെറ്റ് ഉണ്ട്, ഹെഡ്സെറ്റൊക്കെ 100 രൂപയാണ്. ടോയ്സ് ഉണ്ട് ചെറുത്, 10 രൂപ. ഇവിടെയും കുറേ കേബിളുകളൊക്കെ കാണാം. കേബിളുകളെല്ലാം 40 രൂപയാണ്. ഡാറ്റ ചാർജിങ് കേബിളുകളൊക്കെ ഉണ്ട്, ഒക്കെ 40 രൂപയാണ്. ഈ ക്ലോക്കുകളൊക്കെ 100 രൂപ മുതൽ 500 രൂപ വരെയാണ്. ഈ ചാരി വെച്ചിരിക്കുന്നതൊക്കെ 500 രൂപയാണ്. അതൊക്കെ അടിപൊളി വലിയ ക്ലോക്കുകളാണ്. താഴെയുള്ളതൊക്കെ 100 രൂപ, 200 രൂപയൊക്കെയാണ്. എല്ലാം വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. അടിപൊളി സ്റ്റൈലുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ ഉണ്ട്. ഇതിന് 300 രൂപ, 500 രൂപയൊക്കെയാണ് റേറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ. ഈ ബാഗുകളൊക്കെ 300 രൂപയാണ്. അഡിഡാസ്, നൈക്കൊക്കെയാണ് പേരുള്ളത്. ഇതിനൊക്കെ 300 രൂപയാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഡ്രസ്സിൻ്റെ ഐറ്റംസുകളാണ് കൂടുതൽ. കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. ഈ ഭാഗത്തൊക്കെ ടീഷർട്ടുകളും ഷർട്ടുകളുമാണ്. ഇവിടെ ഒരു ചെരുപ്പുകൾ ഒരുപാട് കാണാം. 50 രൂപയൊക്കെയാണ് ചെരുപ്പുകൾ സ്റ്റാർട്ടിങ്. പുറകിൽ കെട്ടുന്ന തരത്തിലുള്ള ചെരുപ്പിനൊക്കെ 300 രൂപയേ വിലയുള്ളൂ. ചെരുപ്പുകൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഷർട്ടുകളൊക്കെ ഇവിടെയാണ്. ഷർട്ടുകൾക്കൊക്കെ 300 രൂപയാണ്. ഷർട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഈ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ഡ്രസ്സ് ഐറ്റംസാണ് കൂടുതലും നല്ലത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, വിലയും നല്ല കുറവുണ്ട്. ഷർട്ടുകളൊക്കെ 300 രൂപയാണ്. ഇവിടെയും ഷർട്ടുകൾ തന്നെയാണ്. ഷർട്ടിൻ്റെ ഒരുപാട് കടകൾ ഇവിടെ കാണാം. ഒക്കെ നല്ല ഷർട്ടുകൾ തന്നെയാണ്. ഡ്രസ്സിൻ്റെ കടകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാർക്കറ്റിൽ. ഒക്കെ ഡ്രസ്സിൻ്റെ കടകൾ തന്നെയാണ്, ഒരുപാടെണ്ണം ഉണ്ട്. ഷർട്ടുകൾ എല്ലാ സ്ഥലത്തും 300 രൂപ തന്നെയാണ്.
ഇതാ ഇവിടെ കുറേ ജീൻസുകളാണ്. ജീൻസൊക്കെ 200 രൂപ മാത്രമേ ഉള്ളൂ. ജീൻസും വലിയൊരു കുഴപ്പമില്ല, 200 രൂപയേ ഉള്ളൂ ജീൻസ് എന്തായാലും. ഇവിടെ കുറേ ഡ്രിമ്മറൊക്കെ കാണാം. ഈ ഡ്രിമ്മറൊക്കെ 200 രൂപ, 250, 300 രൂപയൊക്കെയാണ്. ഇവിടെ കുറച്ച് പെർഫ്യൂമുകളൊക്കെ കാണാം. ഈ ഒരു അമ്മച്ചി വിൽക്കുന്നത് പെർഫ്യൂമുകളാണ്. 1000 രൂപയൊക്കെ ഷോപ്പിലുള്ള പെർഫ്യൂമുകളാണ്. 200 രൂപയാണ് റേറ്റ്. അത് കുറച്ച് പഴയതാണ്, എക്സ്പയർ ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ വാച്ചുകളുണ്ട്. വാച്ചുകൾ 100 രൂപ, 150, 200, 300 രൂപ റേറ്റിലൊക്കെയാണ്. ഒരുപാട് വെറൈറ്റി വാച്ചുകളുണ്ട്. ഇവിടെ മൊബൈൽ അക്സസറീസുകളാണ്. 20 രൂപ, 50 രൂപ ഹെഡ്സെറ്റിന് ആ ഒരു റേറ്റാണ്. ഇതിവിടെയും കുറേ വാച്ചുകൾ കാണാം. നല്ല അടിപൊളി വാച്ചുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും. അനവധി രോഗങ്ങളെ ശമിപ്പിക്കാനും ഈ ഒരു ഭാഗത്ത് ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് ആണ്. 10 രൂപ, 20 രൂപ, 30 രൂപയൊക്കെയാണ് ഇവിടെ റേറ്റ്. ഇവിടെയും ജേഴ്സി ഐറ്റംസുകളാണ് 100 രൂപ. ഇതാ ചെരുപ്പുകൾ വീണ്ടും 50 രൂപ, 100, 200 ഒക്കെയാണ് ഇവിടെയും റേറ്റ്. ചെരുപ്പൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെരുപ്പൊക്കെ. അങ്ങനെ നമ്മൾ മൊബൈൽ വിൽക്കുന്ന സ്ഥലം നോക്കി. ഈ മൊബൈലുകളൊക്കെ 2500 രൂപയാണ് സ്റ്റാർട്ടിങ്. എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ മൊബൈലൊന്നും ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങാത്തതാണ് നല്ലത്. ഇവിടെയുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ച ഇവരെ വാങ്ങി പിന്നെ ഇവരെ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടാവും. മൊബൈലിൻ്റെ ഒരുപാട് ആളുകൾ ഇവിടെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, അത് എനിക്ക് തോന്നുന്നില്ല അത്ര. പിന്നെ ഷൂ ഒക്കെ 300 രൂപയാണ്. ഷൂ ഒന്നും പിന്നെ അത്ര എനിക്കൊരു ക്വാളിറ്റി തോന്നുന്നില്ല. 300, 350 ഇവർ പറയുന്നത്. അങ്ങനെ ഏകദേശം ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്. തിരൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് ഈ ഒരു മാർക്കറ്റ്. ഡ്രസ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടും, മൊബൈൽ അക്സസറീസും. എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.